എന്താന്ന് പറയണത് ഉറപ്പില്ല നിലപാടില്ലായ്മ എന്നുള്ള അർത്ഥമാണ്. അതായത് അല്ലെന്ന് അല്ല ഉറപ്പില്ലായ്മ നിനക്ക് അങ്ങനെയല്ലെന്ന് ഇന്ത്യയിലെ അങ്ങനെയല്ല സഖാവ് പ്രശ്നമാവുന്നത് കൊണ്ടാണ് എന്തിനാ ഇങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് ചർച്ച അല്ലല്ല ചെയ്തോണ്ടിരിക്കല്ലേ? എന്തിനാണ് വെറുതെ ഇങ്ങനെ ചർച്ചയിലേക്ക് അവിടെ അല്ല അങ്ങനെയല്ല നമ്മൾ ഒളിവിലെ ഓർമ്മകളില് നമ്മൾ വന്നിട്ട് അലമ്പാണ്, അത്രേ ഉള്ളൂ. അല്ലല്ല എന്റെ അടുത്ത് അതിനെയാണ് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നീ ഉണ്ടാക്കുന്ന കോൺട്രഡിക്ഷന് തുല്യമായിട്ടുള്ള കോൺട്രഡിക്ഷനെ തിരിച്ചും കിട്ടുള്ളൂ. മനസ്സിലായോ? ഇവിടെ ആഗ്രഹിക്കുന്നത് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഗുലാഗ് കുറച്ച് പണിയുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. നിങ്ങൾ വേറെ എന്തെങ്കിലും അവരാതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞ കറക്ഷൻ സെന്റേഴ്സ് ആണ് ഈ പറയുന്ന. നേരത്തെ നമ്മളെ മുരളി സഖാവ് പറഞ്ഞ മാതിരി വർഗശത്രുക്കളെ അല്ലെങ്കിൽ വർഗബോധം വരുത്താൻ അല്ലെങ്കിൽ വർഗ സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതൊക്കെയാണ് പ്രത്യക്ഷപരമായിട്ട് വിശദീകരിക്കാൻ പറ്റും. പക്ഷെ നേരത്തെ മുരളി സഖാവ് പറഞ്ഞത് അവിടെയാണ് വരുന്നത്. എനിക്ക് എന്റെ വർഗത്തോട് മുതലേ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അനന്തരഫലമാണ് ഈ പറയുന്ന ഈ ഗുലാഗുകളുടെ സൃഷ്ടി എന്നുള്ളതാണ് സത്യം. ചർച്ച മുന്നോട്ട് പോട്ടെ. എനിവേസ്, ഒരു പ്രോബ്ലം അത് മാത്രമല്ല, നമ്മൾ ഒരു കുറച്ച് സമൂഹത്തിലുള്ള മനുഷ്യരെ ഓരോ വർഗ്ഗങ്ങളിട്ട് അവരൊരു ചെയ്യുന്നത് ക്രൈമാണെന്ന് ആരോപിച്ചിട്ട് നമ്മൾ ആശയത്തോട് വിയോജിപ്പുള്ള ആളുകൾ, അതാണല്ലോ വർഗശത്രുക്കള്. ആ വിയോജിപ്പിന്റെ പേരിൽ എന്താ പറയാ അവരെ പിടിച്ച് ജയിലിടുന്നത് വളരെ നമ്മളെ പ്രിസണറുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലപ്പം പിണറായി സഖാവിന്റെ ഭരണത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അതായത് ആശയങ്ങളോട് എതിർപ്പുള്ള ആളുകളെ പിടിച്ച് ജയിലിടുന്ന പരിപാടിയായിരിക്കും മൂപ്പര് ചെയ്തിട്ടുണ്ടാവുക ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ. അല്ല ഞാൻ നിന്റെ കുണം നിർത്തറ, ഞാനൊന്ന് ഉണക്കട്ടെ കുറച്ചു നേരം. അപ്പം പിണറായി സഖാവിന്റെ ഭരണത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ബേസിൽ സഖാവ് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ പറഞ്ഞ കേരളത്തിലുള്ള പ്രശ്നങ്ങൾ ജയിലുകളൊക്കെ ഈ ഇതേപോലെ ആശയ വ്യത്യാസത്തിന്റെ പേരിൽ ജയിലിട്ടിട്ടുണ്ടെങ്കിൽ ഗുലാഗിൽ പോലെ ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബേസിൽ സഖാവ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും, പാർട്ടി 10 കൊല്ലമായിട്ടല്ലേ ഭരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. പണ്ട് അലനെയും താഹനെയൊക്കെ അങ്ങനെ ആയിരിക്കും വിട്ടിട്ടുണ്ടാവുക. ഉള്ള ആളുകൾക്ക് വേണ്ടി ജയില് വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഈ സെവൻസ് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ആഫ്രിക്കക്കാർ വരും. വർക്ക് വിസയല്ല, ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് 2 ഗോൾ അടിച്ച് 2 കളിയൊക്കെ കളിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഇവരെ പിടിക്കും, പോലീസ് പിടിക്കും. അങ്ങനെയുള്ള ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഖാവ് പിണറായി വിജയൻ ഈ പറയുന്ന ആഫ്രിക്കക്കാർ ചിലപ്പോൾ ഈ പറയുന്ന ചെറിയ 2 ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വരുന്നവരെ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ നിങ്ങൾ മറ്റൊരു രീതിയിൽ അതിന് കൊടുക്കുന്നത് കളിക്കാൻ വരുന്നവർക്ക് വല്ല ഹോട്ടലിൽ റൂം എടുത്ത് കൊടുത്താൽ പോരെ? അല്ല, അത് ഈ പറയുന്ന അമേരിക്കയിൽ നിന്ന് കുറെ പേരെ ചങ്ങലക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നവരെ നമുക്ക് അവരെ അവരുടെ രാജ്യത്തേക്ക് വിടാൻ പാടില്ല. എന്താണത്? അല്ല, ഈ ജാമ്പവാന്റെ കാലത്തുള്ള സിപിഎമ്മിനെ തകർക്കാൻ അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് അതിക്രമിച്ച് കിടന്നവരെ അന്യ പൗരന്മാരെ ഒക്കെ അവരുടെ രാജ്യത്തേക്ക് അമേരിക്കയിൽ നിന്ന് പണ്ട് നമ്മുടെ കുറെ ഇന്ത്യക്കാരെ കൊണ്ടുവന്നില്ലേ, മറ്റേ ചങ്ങലയൊക്കെ ഇട്ടിട്ട്, അതുപോലെ കൊടുത്തയക്കരുത്. അമേരിക്ക യാങ്കി അങ്ങനെ പൈസ വേണ്ട, കൈ പൈസ വേണ്ടേ? ഫ്ലൈറ്റ് ഒക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒക്കെ വേണ്ടേ? അതിനടിക്കാൻ ഇന്ധനം വേണ്ടേ? അതിന് പൈസ ഇല്ല. നമ്മുടെ റേഷൻ ടൂറിസ്റ്റുകളായിട്ടാണ് ഈ പറയുന്ന സുഡാനി ഫ്രം ആഫ്രിക്ക. ഒരു സിനിമയുണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി. ആ പേര് തന്നെ ശരിയല്ല. സുഡാനി എന്ന് പറയുന്ന ആള് ഇങ്ങനെ നൈജീരിയക്കാരനാവും. അല്ല, നിങ്ങൾ അതിന്റെ പൊളിറ്റിക്കൽ ശരി നോക്കുന്നതല്ല. അപ്പൊ സിനിമയുടെ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ സെവൻസ് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വരുന്നു. അപ്പൊ ഇവരുടെ വിസ ലംഘനമുണ്ട്. അപ്പൊ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് വിടാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ വിദേശ രാജ്യത്തുള്ള പൗരന്മാരെ നമുക്ക് വിസ ലംഘനം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ദേശീയ പ്രശ്നവും. അവർ ജയിലിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള കുറ്റം ചെയ്തിട്ടുമില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവരെ ഈ പറയുന്ന അത് പണിയാനാണ് സഖാവ് ശ്രമിച്ചത്. ഞാനല്ല, താങ്കളുടെ ഞാൻ പറയണില്ല, അത് കേന്ദ്ര നിയമമാണ്. അപ്പൊ നമുക്കറിയാമല്ലോ ഈ പറയുന്ന പൗരത്വം ഒരാൾ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അവരെ